ഗൾഫ് വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങാൻ സാധ്യത. ചില പ്രദേശങ്ങളിൽ 25 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായേക്കും. വൈദ്യുതി ആവശ്യകത അനുസരിച്ച് ഫീഡറുകൾ ഓഫാക്കാൻ സബ്സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം. RB സനൂപ് വിശദാംശങ്ങളുമായി. സനൂപ്, മഴ തുടങ്ങിയതിന് പിന്നാലെ ഈ വലിയ പ്രതിസന്ധിക്ക് നേരിയ തോതിലെങ്കിലും പരിഹാരമാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ അങ്ങനെയല്ലേ? ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്കാണ് പോകുന്നത്? സൈഫുദ്ദീൻ, നിലവിൽ തന്നെ ജൂൺ 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുമെന്ന് KSEB അറിയിച്ചതാണ്. പക്ഷെ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. നേരത്തെ 15 മിനിറ്റൊക്കെ മാത്രമേ ഈ വൈദ്യുതി നിയന്ത്രണം മതി എന്നായിരുന്നു KSEBയുടെ തീരുമാനം. പക്ഷേ ഇപ്പോൾ വൈദ്യുതി കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിലെങ്കിലും 25 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഈ വൈദ്യുതി ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഫീഡറുകൾ ഓഫാക്കാനാണ് ഇപ്പോ സബ്സ്റ്റേഷനുകൾക്ക് ഉന്നത മേലേത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. ഈ പൊതുവെ ഈ ജൂൺ മാസങ്ങളൊക്കെ തന്നെ പ്രതിദിന വൈദ്യുതി ഉപയോഗം 90 ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തേണ്ട സമയമാണ്. പക്ഷേ മഴ കുറഞ്ഞത് കാരണം ചൂടിപ്പോഴും നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ 90-ന് മുകളിലാണ് ഈ പ്രതിദിന വൈദ്യുതി ഉപയോഗം. ഇന്നലെ മാത്രം 91.80 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു സംസ്ഥാനത്തെ ആകെ വൈദ്യുതി ഉപയോഗം. അതിൽ തന്നെ 76.25 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തു നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ പലയിടത്തും ഈ 11 മണിക്ക് ശേഷം വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ട്. അത് എത്ര മിനിറ്റ് വരെ പോകുമെന്നുള്ളതാണ് പ്രത്യേകം. കാരണം ചില പ്രദേശങ്ങളിലാണ് 25 മിനിറ്റ് വരെ വൈദ്യുതി പ്രതിസന്ധി, അതായത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും സ്ഥിതി രൂക്ഷമാവും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാൻ പോലും വൈദ്യുതി ഇല്ലാത്ത സ്ഥിതിയാണ്. സൈഫുദ്ദീൻ. ശരി, RB സനൂപാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.